നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങൾ കഴിവ് കൃത്യമായിട്ടിരിക്കുന്നത് തന്നെ ആദ്യമേ കാര്യം പറയാം. ഇത് ഒരു തവണ സർവീസ് ചെയ്തിട്ട് കൊണ്ടുവച്ച വണ്ടിയാണ്. ഇവിടെ ആൾറെഡി അറിയാമല്ലോ, കേരളത്തിൽ മൊത്തം മഴയാണിപ്പോൾ. ജസ്റ്റ് ഒരു മഴ അടിച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ പരിപാടി. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മഴയത്ത് ഓടിക്കഴിഞ്ഞാൽ ഈ ടയറിലുള്ള ചെളിയും വെള്ളം അത്രയും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അത് വണ്ടി മാത്രമല്ല, ഡ്രൈവറും ഓടിക്കുന്ന ആളിൻ്റെ അവസ്ഥ ഉൾപ്പെടെ ഈ കാണുന്നത് തന്നെയാണ് ഒരവസ്ഥ. അത് ആദ്യം തൊട്ട് ഈ അവസാനം വരെ ഇറങ്ങിയിരിക്കുന്ന വണ്ടികളിലൊന്നിലും ഇതിനൊരു പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. അതെനിക്ക് മഡ്ഗാർഡ് ഇത്രയും കയറ്റി വെച്ചേക്കണ കൊണ്ടാണ്, ഇത്രയും പൊക്കിയും കയറ്റിയും വെച്ചേക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം മേ ബി. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം, വണ്ടി ആക്സിഡൻ്റ് ആയി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയുടെ ഡീറ്റെയിൽസ്, ആക്സിഡൻ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് മാറിയതെന്നും എത്രയൊക്കെ ആയി എന്നുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് പറയാനാണ് നമ്മൾ കോസ്റ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സർവീസിൻ്റെ കാര്യം നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ സർവീസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം എടുത്തു, ഒരുപാട് ടൈമും എടുത്തു, കുറേ പോരായ്മകളുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും പാനൽ ക്യാപ്ചർ ഉണ്ടായിരുന്നു അത്യാവശ്യം. അത് മുമ്പല്ല വേറൊരു വണ്ടിയിലും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അവർ 2-3 തവണ ഇളക്കി വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം പറഞ്ഞു. ഇനിയിപ്പം അത് പണിഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വീണ്ടും മാസങ്ങളോളം അവിടെ ഇരിക്കേണ്ടി വരും. ആൾമോസ്റ്റ് 2 മാസത്തിൽ കൂടുതൽ, കൃത്യം 2 മാസം അല്ലേ? കറക്റ്റ് പറഞ്ഞാൽ 2 മാസത്തോളം വണ്ടി സർവീസ് സെന്ററിൽ ഇരുന്നു. കറക്റ്റ് 2 ദിവസം അവിടെ ഇരുന്നു. അപ്പോൾ അത്രയും ദിവസം നമുക്കൊരു വണ്ടി എടുത്തിട്ട് ഓക്കെ ആക്സിഡൻ്റ് ആണ്, പാർട്സ് നമുക്കൊരു ഇന്ത്യയിൽ നിന്നാണ് എന്തായാലും പാർട്സ് വരുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നും 7 ദിവസം മതി സാധനം എത്താനായിട്ട്. സാധാരണ ഷിപ്പ് ചെയ്യുന്നതാണല്ലോ. 7 ദിവസം ഒന്നും വേണ്ട, എവിടെയാണെങ്കിൽ പോലും, എത്ര ഏത് സൈഡിൽ നിന്നാണെങ്കിൽ പോലും 7 ദിവസം മതി. പിന്നെ ഒരു 5 ദിവസം പണിയാൻ എടുത്താൽ പോലും നമുക്ക് 2 ആഴ്ചയ്ക്ക് ആ വണ്ടി കിട്ടേണ്ടതാണ്. ഒരു 10-14 ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ്. ഇത് ഓട്ടെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പം നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു, ഒരുപാട് പാർട്സ് മാറി. അപ്പോൾ ഒരു മാസം, മാക്സിമം 1 മാസം ഇത് ഒന്നെന്നുള്ളത് പണിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയി. നല്ല പണി വന്നിട്ടുണ്ട്. ആക്സിഡന്റ് ആയി വന്നപ്പോഴും നമുക്ക് ഇത്രയും ടൈം എടുത്തില്ല. ഇത് ചിലപ്പോ സ്പെയർ എല്ലാം ചിലപ്പോൾ അവിടെ കാണൂല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്രയും ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം ഒരു 2 മാസം എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അതിന് ബാക്കി ഇനി നമുക്ക് ഇതിന്റെ എന്തൊക്കെ മാറി. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം, ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്സിഡന്റ് ആയി നല്ല ഫ്രണ്ട് മൊത്തം പൊട്ടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഏകദേശം 35 കിലോമീറ്റർ 30 സംതിങ് ഉണ്ട്, 33 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 33 കിലോമീറ്റർ ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടിച്ചാണ് സർവീസ് സെന്ററിൽ എത്തിച്ചത്. കാരണം ഇവിടെയുള്ള സർവീസ് സെന്ററിലൊന്നും അവർ ക്ലെയിം എടുക്കത്തില്ല. അത് വേറൊരു പോരായ്മയാണ്. സർവീസ് സെന്റേഴ്സ് ആവശ്യം പോലെ ഉണ്ട്, പക്ഷെ ക്ലെയിം എടുക്കണമെങ്കിൽ ട്രിവാൻഡ്രം ഒന്നുകിൽ വഴയില അല്ലെങ്കിൽ കിള്ളിപ്പാല. അത് ഒന്ന് സാരഥിയതും ഒന്ന് കൂട്ടുകാരൻ കാർസിൻ്റെതുമാണ്. അപ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടേക്ക് സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ അവർ എടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ, ക്ലെയിം ചെയ്യുന്നില്ല, സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അത് പക്ഷേ ഓട്ടിച്ച് പോകാൻ വേറെ ഒരു പ്രശ്നമില്ല. ഇത്രയും ഡാമേജ് ആയിട്ട് പോലും ഒരു ചെറിയൊരു വെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാറിയ സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇനി അത് കാണിക്കാം, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആൾമോസ്റ്റ് 33 ഐറ്റം അല്ലേ? 33 ഐറ്റം ഇതിൽ മാറിയിട്ടുണ്ട്. ചെറുതും വലുതുമായ 33 ഐറ്റം. ഇതിൽ ആദ്യം അവർ എസ്റ്റിമേറ്റ് ഇട്ടതും മാറിപ്പോയി. കാരണം തുറന്ന് ഫിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അവർ റീസീൽ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അടയുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഫ്രെയിമുകളും ബ്രാക്കറ്റുകളായിട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരുപാട് ഇത്രയും നീണ്ടുപോയത്. അതുകൊണ്ടാണ് അതും ഒരു പോരായ്മയാണ്, ആദ്യമേ കണ്ടുപിടിക്കേണ്ടതൊക്കെ ആണ്. പക്ഷെ എന്തുകൊണ്ടും അവർ ആക്സിഡന്റ് ഭീകരത എത്രത്തോളം അവർ മനസ്സിലാക്കിയില്ല. നമ്മൾ പറഞ്ഞിടത്തോളം അവർ ഇമാജിൻ ചെയ്ത് എടുത്തില്ല. അതാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവർ പുറമേ കണ്ടത് വെച്ച് അയച്ചു, ചടച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നും സെറ്റ് ആകുന്നില്ല. ഹാൻഡിൽ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറുന്നുള്ളത് കാണിച്ചു തരാം. അതിനാണ് മെയിൻ വീഡിയോ. അപ്പോൾ നമ്മൾ കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, ബാക്കി കുറച്ച് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ആദ്യം ഇത് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വരുന്നത് നമ്മുടെ ഈ സൈഡ് പാനലാണ്. ഈ ഒരു സൈഡിൽ വരുന്ന പാനലാണ് ഈ കാണുന്നത്. ആ സൈഡായിരിക്കും അല്ലേ? അപ്പോൾ സൈഡ് തിരിച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പീസ്. ഇതിൽ വന്നത് ഇവിടെ ഒരു ചെറിയ പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടലെന്ന് വെച്ചാൽ പുറത്ത് കാണുമ്പോൾ വലിയ ഇതൊന്നുമില്ല, കുറേ പൊട്ടിപ്പോയി പലയിടത്തും. ചെറിയ ചെറിയ ഫൈബർ പീസുകളായതുകൊണ്ട് ഒരുപാട് പൊട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ
അപ്പോൾ ഇത് ഒരെണ്ണം ഫ്ലോർ മാറി. സൈഡ് കവറോ അല്ല, ആ ഫ്ലോർ സൈഡ് കവറായിരുന്നു ആദ്യം നമ്മൾ എടുത്തത്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന പീസാണ്. പലതിലും പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മഡ്ഗാർഡിൻ്റെ ഇവിടെ ഈ ഒരു പീസാണത്. ഓക്കെ, അത് മാറി. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മൊത്തം മാറി. അത് വരുന്നത് ഫ്രണ്ട് ഇവിടെ. യെസ്, ഈ സൈഡ് ലെഫ്റ്റ് സൈഡില്ല ഈ ഒരു പീസായിരുന്നു. പിന്നെ വരുന്നത് ഇതാണെന്നോ അല്ലേ? ആ അതിലും ഈ ഒരു പോട്ടല് ഇതോ ഇത് ഇത് അതിൻ്റെ പുറമേ ഉള്ള കവർ. ഈ കാണുന്ന പുറമേ ഉള്ള കവർ ലെഫ്റ്റ് സൈഡില്, അത് അതിൻ്റെ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് മാറിയാന്നല്ലേ? ആ, രണ്ട് സൈഡും മാറി. അതിലും ചെറിയ ഒരു പൊട്ടലുണ്ടായിരുന്നു. പിന്നെ അടിയിലുള്ള ഇത് വരുന്നത് നമ്മുടെ ബാറ്ററിയുടെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അടിയിലെങ്ങാണ്ട് വരുന്നതാണ്. ചെളി അടിക്കാതിരിക്കാനോ തെറിക്കാതിരിക്കാനോ. ഇതിന് വേണ്ടിയിട്ടാണ് കുറേ നാൾ ഓടിയത്. കാരണം ഇത് വരുന്നത് നമ്മുടെ ചാവി ലോക്ക് സെറ്റും അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റും എല്ലാം കൂടെ വരുന്നൊരു പീസായിരുന്നു. രണ്ടെണ്ണം ചേർത്താണ് വരുന്നത്, കോംബോ ആയിട്ട്. അതെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു ബ്രാക്കറ്റ് കൂടെ വരും, ഒരു അലുമിനിയം പീസാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ പീസിന് ഓൾറെഡി പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മൾ 2 ആഴ്ചയോളം വേസ്റ്റ് ആക്കിയ ഒരൊറ്റ മെയിൻ പാർട്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം മേ ബി ഒരു ബെൻഡ് എന്ന് പറഞ്ഞത്. ചെറിയ ബെൻഡ് എന്തെങ്കിലും ആയിരിക്കണം. അവർ കണ്ടുപിടിച്ചില്ല, അവരും കണ്ടുപിടിച്ചില്ല സത്യത്തില്ല. എന്തായാലും ഇത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹെഡ്ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹെഡ്ലൈറ്റ് വരുന്ന ബ്രാക്കറ്റാണ് അത് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പിന്നെ ഇതാണ് മെയിൻ തലയാണ് ഫ്രണ്ട്. അത് മാറി. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡ് ഇത്രേ ഉള്ളു. ബാക്കി ഭാഗം പൊട്ടിപ്പോയി. ഇതിന്റെ ഫ്രണ്ടിലോട്ടാണ് ഈ കാണുന്ന പീസ് വരുന്നത്. ഇത് അതിന്റെ ബാക്ക് സൈഡുമാണ്. ഇത്രേ നിലവിൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളു. പിന്നെ എനിക്കൊന്നും അവിടെ വന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ 3 ഗ്ലാസ്, അത് മാത്രമല്ല ഒരു ഗ്ലാസ്സിലെ ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. ഇതിൽ നിലവിൽ ഒരു ഗ്ലാസ്സേ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവര് 2 എണ്ണം പുതിയത് വെക്കുകയും ചെയ്തു, 3 എണ്ണം പഴയതും തന്നു. ഒരെണ്ണം എൻ്റെ വീട്ടിലുമുണ്ട്. കാരണം വീട്ടിൽ വെച്ച് ഒടിച്ചത് ഞാൻ കൊടുത്തു വിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ 4 ഗ്ലാസ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. അതാണ് മൊത്തം അവർ എക്സ്ട്രാ. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ പഴയ സ്പെയർ വേണം, വീഡിയോസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അതുകൊണ്ടോ അല്ലെ മാറിയതോ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ വരുന്നത് ഹെഡ്ലൈറ്റ് പൊട്ടിയില്ല. ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന കിറ്റ് മൊത്തം പൊട്ടിപ്പോയി. ഇതിന്റെ ബാക്കിലുള്ള ലൈറ്റ് അസംബ്ലി മൊത്തം എൻ്റെ ഇരിപ്പുണ്ട്. അത് കത്തുകയും ചെയ്യും. കുറെയൊക്കെ പൊട്ടി തറ വീണ് പോയി. പിന്നെ ഇതൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറയുന്നത്, ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വരുന്ന ഈ ഒരു പീസാണ്. അപ്പോൾ ഇതും നമുക്ക് മാറിയൊരു പീസ് ക്ലാമ്പാണ്. ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വരുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു പീസുകൾ. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പം ഹെഡ്ലൈറ്റിന്റെ പീസായിരിക്കാം. ഇത് താണ്ട ഈ സൈഡിൽ വരുന്ന പീസാണ്, ഫ്രണ്ട് പാനലിന്റെ സൈഡിൽ വരുന്ന പീസാണ്. ഇങ്ങനെ കുറേ ഇത് നമ്മുടെ ഫ്രണ്ട് ആക്സിൽ വരുന്ന ആ ഒരു ഇതായിരിക്കും, അതിനെ ലോക്ക് ചെയ്യുന്ന മെക്കാനിസം. ഇതൊക്കെ ഏതാണ് എന്തോ പൊട്ടിയ പീസുകൾ. പിന്നെ നമുക്ക് നമ്മുടേതല്ലാത്ത 2 സാധനം കിട്ടിയിട്ടുണ്ട്, 2 ബെൽറ്റ്. അതൊരു മാറിയതാണോ എന്താണ്? ഇത് മാറിയതായിരിക്കണം. ഇത് കണ്ടിട്ട് പക്ഷേ 2 അളവുമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഫൈബർ പാർട്സിൽ മാറിയിട്ടുള്ള ഇത്രയും ഐറ്റം. ചെറിയ ക്ലാംസും